സന്തോഷമുള്ള കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശക്തമായ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവകൃപാലുവായി ദൈവം ഒരുക്കിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ ആരാധനയിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം തിരിച്ചറിയുവാൻ, ദൈവത്തോട് ഹൃദയമായി സംസാരിക്കുവാൻ, ദൈവം നമ്മളെ സഹായിക്കുവാൻ, വളരെ പ്രാർത്ഥനയോടും വളരെ പ്രതീക്ഷയോടും വിചാരിക്കുവാൻ സർവകൃപാലുവായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വന്നപോലെ ആരും വെറുതെ മടങ്ങിപ്പോകാതെ ദൈവത്തിൻ്റെ സ്പർശനം അനുഭവിക്കുവാൻ, ദൈവം നമ്മളെ തൊട്ട് അനുഗ്രഹിച്ചയക്കുവാൻ പ്രാർത്ഥനയോടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങളെ തൊട്ട് അനുഗ്രഹിപ്പാൻ ദൈവശക്തനാണ്. വന്നവരെല്ലാം എനിക്കറിയത്തില്ല, പുതുതായിട്ട് വന്നവരൊക്കെ ഉണ്ട്. എന്നാൽ എല്ലാവരും അറിയുന്ന ഒരാളോട് വന്നിട്ടുണ്ട്, നമ്മുടെ കർത്താവ് മാത്രമാണ്. കരം അടിച്ച സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുരുഷാരത്തിൻ്റെ ഇടയിൽ ഇരുന്ന ഒരു കൂനിയായ സ്ത്രീയെ കർത്താവ് കണ്ടു. കൂനായിരുന്നു. ആളുകൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിലുള്ള നിന്നാൽ ആർക്കും കാണാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണ്, യേശുവിൻ്റെ കണ്ണ് അവിടെ മേൽ പതിഞ്ഞു. ആ കെട്ട് കർത്താവ് പൊട്ടിക്കാനിടയായി തീർന്നു. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആലോചന നമ്മൾ അറിയുമ്പോൾ, ദൈവം നമ്മുടെ ഹൃദയമായി സംസാരിക്കുവാൻ, ആമേനെ കർത്താവ് എന്നോട് തന്നെ ഇടപെടണമേ എന്ന് നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ ഇന്ന് ഇടപെടുക തന്നെ ചെയ്യും. നമ്മളെ ഈ ദിവസം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തമഗീതം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ആധാരമാക്കിയാണ് വാക്യം ഒന്ന് വായിക്കുന്നതായിരിക്കും. സോങ്സ് ഓഫ് സോങ് ചാപ്റ്റർ 1:6. ഉത്തമഗീതം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും എന്നെ തുറിച്ചു നോക്കരുത്. എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു, എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ലതാനും. എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി, എൻ്റെ സ്വന്തം തോട്ടം ഞാൻ എന്ത് ചെയ്തില്ല, കാത്തിട്ടില്ലതാനും. ദൈവത്തിന് സ്തോത്രം. അനേക തോട്ടങ്ങൾക്ക് എന്നെ കാവലാക്കിയെങ്കിലും സ്വന്തം തോട്ടം കാക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സൂര്യകാലത്തിൽ പറയുന്നൊരു ഭാഗമാണെങ്കിലും ഇത് ശലോമോൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ്. ഒത്തിരി തോട്ടങ്ങൾ കാത്തില്ലെങ്കിലും സ്വന്തം തോട്ടം കാക്കണം. അതാണ് നമ്മുടെ ഈ മെസ്സേജിൻ്റെ ആകത്തുക. സ്വന്തം തോട്ടം കാക്കാൻ കർത്താവെ എന്നെ സഹായിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുക. ഒത്തിരി കാര്യങ്ങൾ പുറകെ പോയിട്ട് സ്വന്തം ആത്മീയ ജീവിതം നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒത്തിരി പേരൊക്കെ അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്താ കാര്യം? അവരൊത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ അവസാനം വരുമ്പോൾ നിത്യതയെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ നാടൻ ഭാഷയിൽ പഠിക്കൊണ്ട് കല ഉടച്ചു എന്ന് പറയുന്ന പോലെ 10-50 വർഷമൊക്കെ ജീവിച്ച് നിന്നിട്ട് കർത്താവിനെ പിടിച്ചു നിന്നിട്ട് ഏറ്റവും അവസാനം വരുമ്പോൾ കർത്താവിനെ തള്ളി പറയുന്ന യൂദായ്ക്ക് വന്ന ഗതികേട് നമുക്കുണ്ടാകാൻ പാടില്ല. അവസാന ശ്വാസം വരെ ജീവനെ, നിത്യജീവനെ എന്ന് പറഞ്ഞ് കർത്താവിന് വേണ്ടി നിൽക്കുകയും ശുഭകരമായൊരു അന്ത്യം ലഭിക്കുകയും ചെയ്യുന്നവരാണ് ദൈവത്തിന് ആഗ്രഹമുള്ള, അവരെയാണ് ദൈവത്തിന് ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ആദ്യത്തേക്കാൾ അന്ത്യം നന്നായിരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യത്തേക്കാൾ അന്ത്യം നന്നായിരിക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷയിലേക്ക് നമ്മൾ നയിക്കപ്പെടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസം ആ ശലോമോനുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചു. അത് ഇന്ന് പുതുതായി വന്നവരുള്ളത് കൊണ്ട് 1-2 വാക്കുകൾ പറഞ്ഞിട്ട് നമ്മൾ തുടർന്നുള്ള ഭജന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ശലോമോൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ഈ ജനത്തെ നയിക്കാനുള്ള കഴിവെനിക്കില്ല. എൻ്റെ അപ്പനായ ദാവീദ് ചെയ്ത പോലെ ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും എനിക്കില്ല. നീ എന്നെ സഹായിക്കണമേ എന്ന് ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സ്വർഗം കേട്ടു. സ്വപ്നത്തിൽ ദൈവം ശലോമോൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. ശലോമോനോട് ദൈവം ചോദിച്ചു, ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത്? ശലോമോൻ ചെയ്യേണ്ട കാര്യം സ്വപ്നത്തിൽ ദൈവത്തോട് സംസാരിച്ചു. സ്വപ്നത്തിൽ ഇടപെടുന്ന ദൈവമാണെന്ന് നമുക്ക് സംസാരിക്കാൻ ഇടയായി തീർന്നു. അവൻ പറഞ്ഞ 5 കൂട്ടം കാര്യം, ഞാൻ ബാലനാണ്, കാര്യാദികളെ നോക്കുവാനുള്ള കഴിവും വിവേകവും എനിക്കില്ല. ജനത്തിൻ്റെ മധ്യേ ഞാൻ ഇരിക്കുകയാണ്, ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞു നടത്താനുള്ള കൃപ എനിക്ക് തരണം. ജനത്തിന് ന്യായപാലനം ചെയ്യാനുള്ള വിവേകമുള്ള ഹൃദയം എനിക്ക് തരണമെന്നാണ് അവൻ ദൈവത്തോട് അപേക്ഷിച്ചത്. ഇതെല്ലാം സ്വപ്നത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൊണ്ട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം മറുപടി പറയുകയാണ്, ദീർഘായുസ്സോ സമ്പത്തോ ശത്രു സംഹാരമോ നീ ചോദിച്ചില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് നീ ചോദിക്കാത്ത കാര്യം കൂടെ ഞാൻ നിനക്ക് തരികയാണ്. 5 കൂട്ടം കാര്യങ്ങളാണ് ദൈവം നൽകിയത്.
ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തരുന്നു. നിനക്ക് സമനായവൻ മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. അപേക്ഷിക്കാത്ത സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് നൽകുന്നു. ഒരു രാജാവും നിനക്ക് സമനാകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. അവൻ ചോദിച്ചത് വേറെ, ദൈവം കൊടുത്തത് വേറെ. ദൈവത്തിന് സ്തോത്രം. ദൈവത പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ചോദിക്കാത്ത കാര്യം കൂടെ തരുന്നവനാണ് നമ്മുടെ ദൈവം. ആമേൻ. അധികം ആക്രാന്തം കാണിക്കാതെ ആമേൻ ദൈവത്തോടെ നമ്മുടെ ഉള്ള ആവശ്യം പറയുമ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് നിങ്ങൾ എന്തെല്ലാം ആവശ്യപ്പെടുന്നോ, എന്തെല്ലാം ദൈവത്തോട് പറയുന്നോ, അതിന്മേലെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു വലിയ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. കാര്യം പഠിച്ച സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, ഇന്ന് ആരും വെറുതെ പോകത്തില്ല. ഒരത്ഭുതമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും. ഒരത്ഭുതം, കൈയടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. ഒരത്ഭുതമെങ്കിലും, ഒരത്ഭുതമെങ്കിലും ദൈവം ചെയ്യും. ഇന്നത്തെ ആരാധനയിൽ ഒരത്ഭുതമെങ്കിലും ദൈവം ചെയ്യും. ബൈബിളിൽ പറയുന്നു, ചോദിക്കുന്നതിലും, ബാക്കി പറഞ്ഞേ, നിനക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ആമേൻ അത്യന്ത ശക്തി നമ്മൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നീ ചോദിക്കുന്നതിനേക്കാൾ അപ്പുറമായി നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം. ആമേൻ. ദൈവഹിത പ്രകാരം നീ എന്ത് ചോദിക്കുന്നോ അതിന്റെ 100 മടങ്ങായി നിന്നെ അനുഗ്രഹിപ്പാൻ കഴിയുന്ന ഒരു വലിയ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. കൈയടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. ആ ദൈവം ഇന്ന് നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട്. പഴയ നിയമത്തിലെ ശലോമോനെ ദൈവം മാനിച്ചെങ്കിൽ പുതിയ നിയമത്തിലെ നിന്നെ ദൈവം മാനിക്കാതിരിക്കുമോ? സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് സമയം നമ്മുടെ മുമ്പിൽ അധികം ഇല്ലാത്തതിന് വളരെ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കേണ്ടതായതുകൊണ്ട് ഞാൻ തുറന്നുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ കാര്യങ്ങൾ ദൈവം അവന് കൊടുത്തു. ഈ കാര്യങ്ങൾ ദൈവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് സ്വപ്നവും കഴിഞ്ഞു. അതാണ് അതിൻ്റെ മൂന്നാമത്തെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ 14 വാക്യം, 3:14. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എന്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസം തരും. ശലോമോൻ ഉറക്കം ഉണർന്നപ്പോൾ, ഇത് കഴിഞ്ഞപ്പോൾ ശലോമോൻ ഉറക്കം ഉണർന്നു. ഇത്ര അനുഗ്രഹങ്ങളുടെ പാക്കേജ് ദൈവം കൊടുത്തു കഴിഞ്ഞപ്പോൾ ശലോമോന് ഉറക്കം ഉണർന്നു. പിന്നെ അത് സ്വപ്നമെന്ന് കണ്ടു. അത് സ്വപ്നമാണെന്ന് കണ്ടു. ശ്രദ്ധിക്കണേ, നിന്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നവരാണ് നമ്മുടെ ദൈവം. അപ്പൊ നേരിട്ട് നീ ബോധത്തിൽ പ്രാർത്ഥിച്ചാൽ എത്രമാത്രം ദൈവം കേൾക്കും. സ്വപ്നമണ്ഡലങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നുവെങ്കിൽ നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സ്വർഗം കേൾക്കും. ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ ദൈവത്തോട് പറയണേ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നീ നന്മയുടെ വഴികളിലേക്ക് എന്നെ നയിക്കണമേ. നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ ദൈവത്തോട് കരയുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോൾ തന്നെ മറുപടി തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണേ. അടുത്ത അതിന്റെ 15-ാമത്തെ വാക്യം. പിന്നെ അവൻ യെരൂശലേമിലേക്ക് മടങ്ങി വന്ന് യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ മുൻപാകെ നിന്ന് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാന യാഗങ്ങളും അർപ്പിച്ചു. തന്റെ സകല ഭൃത്യന്മാർക്കും വിരുന്നു കഴിച്ചു. നിങ്ങളെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഇവൻ രാജഭാരം ഏറ്റു കഴിഞ്ഞപ്പോൾ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു. അവന്റെ സ്വപ്നത്തിൽ ദൈവം മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവര് വീണ്ടും ഹോമയാഗങ്ങൾ കഴിക്കുകയാണ്. പ്രാർത്ഥിച്ചു തുടങ്ങുന്നു, നന്മ കിട്ടിയപ്പോൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രശ്നം കിട്ടുന്നതിന് വരെ പ്രാർത്ഥിക്കും, പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയില്ല, പിന്നെ യോഗത്തിനുമില്ല, കൂട്ടായ്മയ്ക്കുമില്ല, ആരാധനയ്ക്കുമില്ല. ശലോമോന്റെ പ്രത്യേകത, അവൻ കാര്യം സാധിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോഴും അവന് ഹോമയാഗം കഴിച്ചു. ഇവിടെ കാരുണ്യയിലൊക്കെ പല ആളുകളും പലയിടത്തു നിന്ന് വിളിക്കും സഹായിക്കാനായിട്ട്. ഓരോ വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞാണ്, വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് ചെറുതായിട്ടൊക്കെ ഇവിടുന്ന് സഹായിക്കുകയും
ഒക്കെ ചെയ്യാറ് പതിവുണ്ട്. വളരെ നീഡിയായിട്ടുള്ള രോഗകാര്യങ്ങളും അങ്ങനെയൊക്കെ. പൈസ അവിടെ കിട്ടുന്നിടം വരെ നിരന്തരം വിളി. ഒരു ദിവസം 10-12 പ്രാവശ്യം വിളിക്കും. വിളിയോട് വിളിയാ. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റ എണ്ണം വിളിക്കത്തില്ല, ഒറ്റ മനുഷ്യൻ വിളിക്കത്തില്ല. ഇന്നലെ ഞാൻ വൈകിട്ട് ഒരാളെ വിളിച്ചു, 2 ആഴ്ച അയച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചു, ഫസ്റ്റ് പൈസ കിട്ടിയായിരുന്നോ? ആ കിട്ടിയായിരുന്നു. ഞാൻ ചോദിച്ചു, അതെന്താ കിട്ടിയിട്ടെന്ന് പറയാഞ്ഞ്? ഇന്ന് വിളിക്കാനിരിക്കുമായിരുന്നു. ഇന്ന് വിളിക്കാൻ 2 ആഴ്ചയായി അവിടെ കിട്ടിയിട്ട് ഇന്ന് വിളിക്കാനിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയായില്ലല്ലോ. നമ്മൾക്കൊരാൾ നന്മ തരുമ്പോൾ, ലഭിച്ചു കഴിയുമ്പോൾ ഒന്ന് വിളിച്ചൊരു താങ്ക് യു പറയണം കേട്ടോ. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. മനുഷ്യർക്ക് ഞാൻ ചോദിച്ചത് താങ്ക് യു കേൾക്കാനല്ല, ഇതിവിടെ കിട്ടുമോ എന്നറിയണ്ടായോ? നമ്മൾ നയിച്ചു കൊടുത്ത പൈസ അവരുടെ അക്കൗണ്ടിൽ കിട്ടിയോ എന്ന് നമുക്കറിയണം. ദൈവത്തിന് സ്തോത്രം. പല വിശ്വാസികളും ഇതുപോലെ തന്നെയാണ്. ദൈവം കിട്ടുന്നിടം വരെ, തരുന്നിടം വരെ നിരന്തരം ദൈവത്തെ അങ്ങ് ശല്യപ്പെടുത്തും. അപ്പം എല്ലാ യോഗത്തിനും വരും, കൂട്ടായ്മയ്ക്ക് വരും, കൈയടിക്കും, ആത്മാവിലാകും, എല്ലാത്തിനും ഫ്രണ്ടിലുണ്ട്. പക്ഷേ കാര്യം സാധിച്ചു കഴിയുമ്പോൾ പിന്നെ ആ ഏറിയയിലില്ല. പിന്നെന്താ പറയുക, എൻ്റെ മാസ്റ്റർ എന്നെ തിരക്കാന്നറിയാമോ, എന്നെ ബിസിയാന്നറിയാമോ, എന്നെ ടെൻഷനാന്നറിയാമോ? നിന്റെ ടെൻഷനും ബിസിയൊന്നും ദൈവത്തിന് അറിയണ്ട. ഒരിക്കലെങ്കിലും ദൈവത്തിന് നന്മ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് ദൈവത്തോട് അല്പമെങ്കിലും നന്ദിയുണ്ടെങ്കിൽ, ഇന്ന് പലക്കാലം ഞാൻ പറയുന്നു, നീ ദൈവത്തോട് നന്ദി പറയണം. നമ്മുടെ ദൈവം, ഇസ്രായേലിന്റെ ദൈവം സ്തുതികളുടെ മേൽ അധിവസിക്കുന്നവനാണ്. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. നിന്റെ സ്വത്രാഴ്ചയേക്കാൾ, നിന്റെ പണത്തേക്കാൾ, നിന്നേക്കാൾ എനിക്ക് എൻ്റെ ദൈവത്തിന് ഏറ്റവും വലുത് നിന്റെ നന്ദിയുള്ള ഹൃദയമാണ്. 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, 9 പേരെയും കണ്ടില്ല. ഒരാൾ മാത്രം വന്നു. യേശു ചോദിച്ചു, ഞാൻ 10 പേരെയല്ലേ സൗഖ്യമാക്കിയത്, ബാക്കി 9 പേരെന്തിയെ? ഉടനെ അവൻ പറഞ്ഞു, 9 പേരുടെ കാര്യം എനിക്കറിയത്തില്ല, എൻ്റെ കാര്യം ഞാൻ പറയാം, ഞാൻ നന്ദി പറയാൻ വന്നതാണ്. ചെറിയൊരു മുട്ടുസൂചി കിട്ടിയാലും, ചെറിയൊരു തുവാല കിട്ടിയാലും, ആമേൻ, 5 രൂപയെ കിട്ടിയുള്ളെങ്കിലും ആ തരുന്നാളോട് നന്ദി വേണം, കൊടുപ്പിച്ച ദൈവത്തോട് നന്ദി വേണം. കരമടിച്ച് അല്പസമയം സ്തോത്രം പറഞ്ഞ് ഇന്ന് നമുക്ക് നന്ദിയുള്ളവരായി, 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 നന്ദിയുള്ളവരായി. ഇവിടെ വന്നിരുന്നതിന് വലിയ കാര്യമൊന്നുമല്ല. എത്ര പേര് വളഞ്ഞുകൂടി വീട്ടിൽ കിടക്കുന്നു, പരസഹായമില്ലാതെ ബാത്റൂമിൽ പോകാൻ കഴിയാത്ത എത്ര പേരുണ്ട്. തന്നെ ആഹാരം വാരി കഴിക്കാനൊക്കാതെ മറ്റാളുകൾ വാരിക്കൊടുക്കുന്ന കഴിക്കുന്ന എത്ര പേരുണ്ട്. ആരുടെ സഹായമില്ലാതെ ഉടുത്തൊരുങ്ങി വണ്ടി ഓടിച്ച് ഈ ആലയത്തിൽ വന്ന് ഈ കസലയിരിക്കുന്ന നിന്നോട് എനിക്ക് പറയാനുള്ളത്, നന്ദിയുള്ള ഹൃദയം വേണം. നന്ദിയുള്ള ഹൃദയം, ഗ്രേറ്റ്ഫുൾ ഹാർട്ട്. സ്വന്തം ചെയ്യുന്ന ആരാജ് ഇത്രയും പറഞ്ഞിട്ട് കൈയടിക്കാനൊരു മനസ്ഥിതിയില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ദുഃഖം തോന്നുക. രാജഭോക്കാല പാസ പറഞ്ഞിട്ടൊന്നും കൈയടിക്കണ്ട, സൗകര്യപ്പെട്ട കൈയടിച്ചാൽ മതി. നന്മ ചെയ്യുന്ന ദൈവത്തിന്റെ മുമ്പിൽ അവൻ നന്ദിയുള്ളവരായി ദൈവത്തിന് സ്വന്തം പറയണം. ഇന്ന് മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്ന എവിടാന്നറിയാമോ? ബ്ലഡ് റിസൾട്ട് വരുമ്പോഴാണ്. ബ്ലഡ് കൊടുത്തേച്ച റിസൾട്ടുമായി അതിനുവേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ആകാംക്ഷയോടിരിക്കുകയാണ്, എന്താ ഇനി ഇതിനകത്ത് വരുന്നത്, എന്താണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ ബ്ലഡ് ചെക്ക് ചെയ്ത പലരും നെഞ്ചത്തിലടിച്ച് ഇറങ്ങിപ്പോയപ്പോൾ സ്തോത്രം. നമ്മുടെ ഒരു പാസ്റ്റർ ബ്ലഡ് റിസൾട്ടിന് വേണ്ടി പോയി. അദ്ദേഹം വേറെ ആളുടെ പറഞ്ഞത്, ആൾ എന്നോട് പറഞ്ഞത്. റിസൾട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, പാസ്റ്റർ പറയുന്ന പ്രയാസം തോന്നില്ലേ, ബ്ലഡിൻ്റെ അകത്ത് അല്പം വേരിയേഷൻ കാണുന്നുണ്ട്. പിന്നെ പാസ്റ്റർ ചോദിച്ചു, എന്താ അത്? അല്പം പ്രയാസമുള്ള കാര്യമാണ്. പാസ്റ്റർ വീണ്ടും ചോദിച്ചു, എന്താ? അല്പം പ്രയാസമുള്ള കാര്യമാണ്. അടുത്ത് നിർബന്ധിച്ചും പറഞ്ഞു, ക്യാൻസറാണ്, 4th സ്റ്റേജാണ്.
അദ്ദേഹം പറഞ്ഞത് തല കറങ്ങിപ്പോയെന്ന. അദ്ദേഹം മോനും കൂടെ കാറായി പോയത്. അദ്ദേഹം പറഞ്ഞു അവിടെ തൊട്ട് വീട് വരെ 1.5 മണിക്കൂറുണ്ട് യാത്ര. അപ്പനും മിണ്ടിയില്ല, മോനും മിണ്ടിയില്ല. മിണ്ടാതാ വീട്ടിൽ വന്നത്. തമ്മിലൊന്നും സംസാരിക്കാൻ തോന്നിയില്ല, പറ്റിയില്ല. ദൈവത്തിന് സ്തോത്രം. വിലപ്പിടി കിട്ടുന്നുണ്ടോ? നീ എത്ര പ്രാവശ്യം ബ്ലഡ് കൊടുത്തു? ദൈവത്തിന് സ്തോത്രം. നിന്റെ കൗണ്ടുകളെല്ലാം ഒരു കൗണ്ടാണേ സഹിക്കാൻ വെച്ച എത്ര കൗണ്ടുകളാ എല്ലാം നോർമലാക്കി തന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്ന് പകൽ നിനക്ക് സ്തോത്രം പറയാൻ കഴിയത്തില്ലെങ്കിൽ നിന്റെ ആരാധന കൊണ്ട് എന്നാ കാര്യം? നിന്റെ ആരാധന കൊണ്ട് എന്താ കാര്യം? ഇന്ന് പകൽ നിന്റെ മിടുക്കുണ്ടോ, കഴിവുണ്ടോ? എൻ്റെ മിടുക്കുണ്ടോ, കഴിവുണ്ടോ? ഞാൻ എന്തോ ഏതോ ആയെന്ന ഭാവത്തിൽ നീ ആരാധനയ്ക്ക് ഇരിക്കല്ലേ. തകർത്ത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തെ ഇരച്ചിൽ പോലെ നീ ദൈവത്തിന് സ്തോത്രം പറയണം. നന്ദിയുള്ള ഹൃദയം ദൈവത്തിന് ആവശ്യം. ദൈവത്തിന് സ്തോത്രം. മറിയ കരഞ്ഞ കണ്ണീര് കൊണ്ട് അവരെ കാല് കഴുകിയെന്ന്. അവളെ ഏറ്റവും പ്രഷ്യസായി കരുതിയിരുന്ന മുടിയെടുത്ത് യേശുവിനെ കാല് തുവർത്തിയെന്ന്. ഇതിൽ പരം എന്താ വേണ്ടത്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. മദ്രാസിൽ നിന്നൊരു ഡോക്ടർ പ്രസംഗിക്കാനായിട്ട് കേരളത്തിൽ വന്നു. മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്ന് യേശുവിനെ കണ്ടതാണ് ആ സഹോദരി. മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്ന് അവർ പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്ക്, ഒരു കാര്യം എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. വർഷങ്ങളുടെ 10-20 വർഷം മുമ്പ് പറഞ്ഞതാണ്. അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരും ഫാമിലിയും കൂടെ ഇവർ വീട്ടിൽ വിസിറ്റ് ചെയ്തപ്പോൾ ഇവർ മാത്രമല്ല വിശ്വാസികൾ, ബാക്കിയുള്ളവരെല്ലാം മറ്റ് പശ്ചാത്തലത്തിലുള്ളവരാണ്. അപ്പോൾ അവർ ചോദിച്ചു, ഡോക്ടറെ, നിങ്ങളെ ആളുകൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി, ശബ്ദം ഉണ്ടാക്കി, നാട്ടുകാർക്ക് ന്യൂസൻസ് ആയിട്ട് ഇങ്ങനെ സ്വന്തം പറഞ്ഞതിൻ്റെ കാര്യം എന്നാ? പെയ്യെ പറഞ്ഞാൽ പോരായോ? ഇത്രയും അലക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയും ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ശാന്തമായിട്ടൊക്കെ ഇത് സ്വന്തം. മറ്റു പള്ളിക്കാരൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്? അങ്ങനെ ചെയ്താൽ പോരായോ? അപ്പോൾ ഈ സ്ത്രീക്ക് ഒന്നും തിരിച്ചു പറയാൻ ഒന്നുമില്ല. എന്തോ പറയാനാ? നമ്മൾ സ്വന്തം പറഞ്ഞാൽ അവർക്ക് എന്നെ എടുക്കാനാ? ഒന്നും പറയാൻ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ ചോദിച്ചാണ് വീട്ടിൽ ഇവരെല്ലാം അവിടെ ഒരുമിച്ച് കൂടി, ഫാമിലി ഗെറ്റ് ടുഗദർ. അപ്പോൾ ആ ഗെറ്റ് ടുഗദർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വളർത്തുന്നൊരു നല്ല കൊച്ചു പുൽപ്പറ്റി ഉണ്ടായിരുന്നു, പട്ടിക്കുട്ടി. അവരെല്ലാം വളർത്താൻ വേണ്ടിയിരിക്കുമ്പോൾ ഈ പട്ടിക്കുട്ടി ഓടി വന്ന് ഈ ഡോക്ടറെ കാലിലെല്ലാം നക്കുകയും ആ വാലുകൊണ്ട് ഇങ്ങനെ അടിക്കുകയും, ഇങ്ങനെ നക്കുക, കാലുകൊണ്ട് ഇങ്ങനെ തൂക്കുകയും, ഇങ്ങനെ ചെയ്തുകൊണ്ട് നാക്കുകൊണ്ട് നക്കുകയും പിന്നെ വാലുകൊണ്ട് ഇങ്ങനെ ആട്ടി, ഇങ്ങനെ അറിയാമല്ലോ വിസറി അടിക്കുന്നത് പോലെ ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോൾ നമ്മുടെ ഡോക്ടറൊക്കെ ഒരു കൃപ കിട്ടി ഇതിന് മറുപടി പറയാൻ. കാരണം ഈ ഡോക്ടറെ മറ്റേ ഡോക്ടർ ചോദിച്ചു, ഇത് ആരുടെ പട്ടിയാണ്? അത് എൻ്റെ പട്ടിയാണ്. എത്ര നാളായി? 2 വർഷമായി. ഇതെന്താ ഇങ്ങനെ വന്ന് കാലേ നക്കുകയും ഇങ്ങനെ വാലിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നേ? ഉടനെ പറഞ്ഞു, അത് ഞാൻ 2 വർഷമായി വളർത്തുന്ന പട്ടിയാണ്, അതിൻ്റെ സ്നേഹമാണ് എന്നോടുള്ളത്. അത് കാണിക്കുക, നക്കുക, അത് കാലിട്ട് അടിക്കുക. ഉടനെ ഡോക്ടർ ചോദിച്ച മറുപടി എല്ലാവരും കേട്ടോണേ, എല്ലാവരും ശ്രദ്ധിച്ചോണേ, എല്ലാവരും കേട്ടോണം. വീട്ടിലെ വേസ്റ്റ് കൊടുക്കുന്ന പട്ടിക്ക്, നായ്ക്കുട്ടിക്ക് യജമാനെ കാണുമ്പോൾ ഇത്രയും നക്കാനും വാലിട്ടടിക്കാനും സ്നേഹമുണ്ടെങ്കിൽ എന്നെ 24 മണിക്കൂറും അത്ഭുതകരമായി പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഇത്ര ഒച്ച ഉണ്ടാക്കിയ പോരാന്ന്, ഞാൻ ഇത്ര ശബ്ദമുണ്ടാക്കിയ പോരാ. ഓരൊക്കെ കൈയടിച്ച് സ്തോത്രം പറ. രാജാതി രാജാവും കർത്താതി കർത്താവുമായ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ഉയർന്ന ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുമ്പോൾ അടങ്ങിയിരിക്കാൻ നമുക്ക് അനുവാദമില്ല. കമ്പലപൗടി ജാലക്കാല റപ്പപ്പാറ റമ്പലപൗടി ജാലപ. സ്തോത്രം. കിട്ടുന്നതിന് മുമ്പ് യാഗം കഴിച്ചു, കിട്ടിക്കഴിഞ്ഞപ്പോഴും യാഗം കഴിച്ചു. യോഗത്തിന് വരുമ്പോഴും യാഗം കഴിക്കണം, ഇടയ്ക്ക് യാഗം കഴിച്ചുകൊണ്ടിരിക്കണം.
വീട്ടിൽ ചെന്നാൽ ഈ യാഗം കഴിച്ചുകൊണ്ടിരിക്കണം. 24 മണിക്കൂർ ഈ യാഗം കഴിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ മുഖത്തിൽ കൃപ വ്യാപരിക്കും. നിന്റെ സ്തോത്രം പറഞ്ഞാൽ തീ ആളിക്കത്തും. സഭയിൽ വിടുതലുകൾ നടക്കും. ഓ ദൈവത്തിന് സ്തോത്രം. നീ പോലും അറിയാതെ ശ്രദ്ധിച്ച് കേട്ടോ, 1000 ഗുളിക കഴിക്കുന്നതിനേക്കാൾ 10 കുപ്പി മരുന്ന് കുടിക്കുന്നതിനേക്കാൾ നിന്റെ തല മുതൽ പാദം വരെ വ്യാപരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇന്നത്തെ ആരാധനയിൽ നിന്റെ മേൽ ദൈവം തരിക. Yes. Yes. രക്തം. കീമോതെറാപ്പിയും റേഡിയേഷനും നിന്റെ അകത്തുള്ള അണുക്കളെ കരിക്കുന്നെങ്കിൽ നീ പറയുന്ന സ്തോത്രവും സ്തുതിയും നിന്റെ ശരീരത്തെയും നിന്റെ ബുദ്ധിമണ്ഡലത്തെ തകർക്കാനും വരുന്ന അന്ധകാര ശക്തികളെ നിർവീര്യമാക്കാനുള്ള അഭിഷേകം ഇന്ന് പകൽ നിന്റെ മേൽ ദൈവം പകരുന്നുവെന്ന് ഇന്ന് പകൽ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കീമോതെറാപ്പിക്ക് റേഡിയേഷനും സൈഡ് എഫക്റ്റ് ഉണ്ട്. മുടി പൊഴിയും, ക്ഷീണിക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മൂത്ത സഹോദരി കാസരോഗബാധിയായിട്ടാണ് മരിച്ചത്. പല പ്രാവശ്യം കീമോതെറാപ്പി എടുത്തു, റേഡിയേഷൻ എടുത്തു. എന്നെ വെച്ച് കുഞ്ഞെ നിനക്കറിയാമോ ഇതെന്താ പരിപാടി, നിനക്കറിയാമോ? എനിക്കത് ഇച്ചിരി പ്രായക്കുറവുണ്ട്, അറിയത്തില്ലടാ. നിനക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാം. ദേഹം മുഴുവൻ ബ്ലേഡ് കൊണ്ട് പറഞ്ഞേച്ച് ഉപ്പും മുളകും ദേഹത്ത് തേച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണിത്. നമ്മുടെ ആന്തരികമായ അവയവങ്ങൾ കൂടെ ഹൈ പോയിസണസ് ആയിട്ടുള്ള ആമേൻ കാര്യങ്ങൾ കയറ്റിവിടുകയാണ്. നമ്മുടെ എല്ലാ അവയവങ്ങളെയും പിടിച്ചു കുലുക്കുകയാണ്. ദൈവം അത് വരാതിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ശത്രുവിന് പോലും ആ രോഗങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നിട്ട് പ്രാർത്ഥിക്കാനല്ല, വരാതിരിക്കാൻ പ്രാർത്ഥിക്കുന്ന കൃപയുള്ള ഈ മക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ മഹാബാധ, കർത്താവേ മഹാബാധ ഞങ്ങളുടെ നടുവിൽ നിന്ന് മാറ്റി തരണമേ. സ്തോത്ര 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 സ്തോത്ര. ആമേൻ. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ പറയാം. അടുപ്പിച്ച് സ്തോത്രം പറഞ്ഞാൽ മതി. അങ്ങനെങ്കിൽ 2-3 മിനിറ്റ് നമുക്ക് സ്തോത്രം ഒന്ന് പറഞ്ഞ് നോക്കാം. കൈ അടിച്ചൊരു സ്തോത്രം പറഞ്ഞ് 2-3 മിനിറ്റ്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഓരബലാദാർ ഈബലപപ്പ ബമ്പലപൗടി ഈലക്കാലാർ അപ്പപ്പാറ റമ്പൽ പൗടി. ആ കൈ അടിക്കാതെ ആരും ഇരിക്കല്ലേ. എല്ലാ കുഞ്ഞുങ്ങളും കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. എല്ലാ കുഞ്ഞുങ്ങളും, എല്ലാ പ്രായമുള്ളവരും, കൈകളുള്ളവർ എല്ലാ കൈകൾ തട്ടി സ്തോത്രം മാത്രം പറയണം. ഇന്ന് പകൽ നമുക്ക് സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിടുതലുകൾ ദൈവം അയക്കും.
ദൈവത്തിന് കൊടുത്ത് മേടിച്ചോണം, അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് മേടിച്ചോണം. പഴയ നിയമ ഭക്തന്മാരൊക്കെ ജീവിച്ചത് അങ്ങനെ. അവർ സ്തോത്രത്തിൻ്റെ പുറത്താണ് നിന്നത്, അവർ ഹല്ലേലൂയയുടെ പുറത്താണ് നിന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്മച്ചിമാർക്കൊക്കെ അറിയാം, സഹോദരന്മാർക്ക് അറിയാം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ബലവുമില്ല കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ. അയ്യോ ദൈവമേ, ഇന്നത്തെ പകർത്ത ജോലിയൊക്കെ ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ച് കിടപ്പുകൊണ്ട് സ്തോത്രം ചുമ്മാ അതൊന്ന് പറയാം. അവർ ചെറിയ ബലം കിട്ടി. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു സ്തോത്രം, പിന്നെ ഒന്നുകൂടെ പറഞ്ഞു സ്തോത്രം സ്തോത്രം സ്തോത്രം. അത് പറഞ്ഞു തുടങ്ങുമ്പോൾ കാലെ കൂടെ ഒരു ശക്തി കയറുകയാണ്, അത് തല വരെ അങ്ങോട്ട് വ്യാപരിക്കുക. സ്തോത്രം കൂടി വരുമ്പോൾ ചാടി എഴുന്നേൽക്കുന്നു, അപ്പോൾ മുട്ടുമടക്കുന്നു, അപ്പോൾ പ്രാർത്ഥിക്കുന്നു, അപ്പോൾ ബൈബിൾ വായിക്കുന്നു. അറിയാത്തൊരു പവർ വരുന്നു. ആ ദിവസം മുഴുവൻ ഏത് പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ബലം ആ സ്തോത്രത്തിൻ്റെ അകത്ത് ദൈവം കരുതി വച്ചിട്ടുണ്ട്. ആമേൻ. എരിവക്കോട്ട താഴെ ഇടാൻ വലിയ പരിപാടിയൊന്നും ചെയ്തില്ല, ചുമ്മാതെ വട്ടം കറങ്ങിയതേ ഉള്ളൂ. നീ ദൈവത്തിൻ്റെ പട്ടവുമായി വട്ടം കറങ്ങിയാൽ ഏത് കോട്ടയും ഇടിഞ്ഞു വീഴും. ഇന്ന് പകരം ചില കോട്ടകൾ ഇടിഞ്ഞു വീഴുകയാണ്. നിന്റെ തലമുറയ്ക്ക് നേരെ, ശരീരത്തിന് നേരെ, കുടുംബത്തിന് നേരെ, നിന്റെ ജോലിക്ക് നേരെ, ബിസിനസ്സിന് നേരെ, സഭയ്ക്ക് നേരെ, നിന്റെ ഭൗതിക നന്മയ്ക്ക് നേരെ സമാധാനം കെടുത്തുന്ന, സന്തോഷം കെടുത്തുന്ന, നാളുകളായി വ്യാപരിക്കുന്ന, തലമുറകളായി വ്യാപരിക്കുന്ന ചില അന്ധകാര വ്യാപാര അമിക്കയറുകൾ ഇന്നത്തെ ആരാധനയിൽ യേശുവിൻ്റെ നാമത്തിൽ അത് പൊട്ടി മാറുകയാണ്. റിസീവ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വലിയ പവർ ഇന്ന് പറഞ്ഞാൽ ആത്മാവിൽ ഏറ്റെടുക്കുക. നമുക്ക് നേരെ വരുന്ന പോരാട്ടങ്ങളെ അതിജീവിക്കാൻ പ്രധാനമായും 3 കാര്യങ്ങൾ കൊണ്ട് നമ്മൾ കവർ ചെയ്യണം. അങ്ങനെ കവർ ചെയ്യുമ്പോൾ അതിനകത്തൊരു വിടുതലുണ്ടാകും. ഒന്നാമത്തത് കവറിങ് കവേർഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കവറിങ് ഉണ്ടായിരിക്കണം. നമ്മൾ രക്ഷിക്കപ്പെട്ട കർത്താവിൻ്റെ കാൽവരി യാഗത്താലാണ്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ രക്തത്തിൻ്റെ അകത്ത് രോഗശാന്തിയുണ്ട്, ആ രക്തത്തിനകത്ത് വിടുതലുണ്ട്, ആ രക്തത്തിനകത്ത് പാപശാന്തിയുണ്ട്, ആ രക്തത്തിനകത്ത് നിന്റെ എല്ലാ പോരാട്ടത്തെ ജയിക്കാനുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. സാത്താന് പേടിയുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, യേശുവിന്റെ രക്തം. പോരാ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നിനക്കെതിരെ സാത്താൻ എയ്യുന്ന എല്ലാ അമ്പുകളെയും ജയിക്കാൻ ഒറ്റ കാര്യം മതി, ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ രക്തം. കൈയടിച്ചു പറയുക, സ്വാതന്ത്ര്യം പറ. ഓ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് പകൽ ഈ ആരാധനയിൽ വെളിപ്പെടട്ടെ. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. കുടുംബങ്ങളിലേക്ക് ഈ ശക്തി വ്യാപരിക്കട്ടെ. ഏതു രാജ്യത്താണെങ്കിലും ഇപ്പൊ തന്നെ അവിടെയെല്ലാം യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. മതി മറന്ന് ആരാധിച്ചു, കൈകൾ അടിച്ച് ആരാധിച്ചു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്.
റാബല ജലദല രക്ഷ സമ്പല ജലാദല റൗഡീദല രക്ഷ സമ്പൽ ഖല ദല റബ ജല ദല. ആമേൻ ആമേൻ. അല്പസമയം ദൈവത്തെ ആരാധിച്ചു. ഒരു വലിയ കെട്ട് പൊട്ടുകയോ. ഓ രക്തം ജയമെടുക്കട്ടെ. ഓ ബല റബ ജല ദല റബ ഖല ദല. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. ദൈവശക്തി വ്യാപരിക്കുകയാണ്, ദൈവം വ്യാപരിക്കുകയാണ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് പോലെ ആരാധന ആലയത്തിൽ വ്യാപരിക്കട്ടെ. ഏത് രാജ്യത്തിരുന്നുകൊണ്ട് ഈ ആരാധന പങ്കെടുക്കുകയാണെങ്കിലും ആ മുറിയിലേക്ക് ഇന്ന് പകൽ യേശുവിന്റെ രക്തം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. ഓ റബല ദലദല രക്ഷ സമ്പല ദലാദല അവിടെ കമ്പല ബൗഡബല സത്തൽ ഖലാദലി ഈബല ബൗഡബല സമ്പൽ ഖലാദലി. യെസ് യെസ്. ഓ റബ സലാദല. ആമേൻ. നമുക്ക് അല്പസമയം ഒടുവിൽ ആരാധിക്കണം. അല്പക്കാരനെ പറഞ്ഞ് നമ്മൾ ആരാധിക്കും. ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ഡൈ കെട്ടുമ്പോൾ എവിടെ ബ്ലോക്ക് ഉണ്ടെന്ന് അറിയാം. ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ബ്ലോക്കുകളെ അത് ജോയിന്റ് ചെയ്ത് ഓപ്പൺ ആക്കുകയാണ്. ഇന്ന് യേശു രക്തം നിന്റെ മേൽ തളിക്കുമ്പോൾ അതകത്തൂടെ കയറുമ്പോൾ എല്ലാ ഡൈയും വേണ്ട, ആ ബ്ലോക്കുകൾ യേശുവിന്റെ നാമത്തിൽ മാറും. വിശ്വസിക്കുന്നവർ മാത്രം അത് സംഭവിക്കും. ഡോക്ടർമാരെ കത്തി നിന്റെ ശരീരത്തെ തൊടാതെ ഒരു വിടുതൽ തരാൻ ദൈവത്തിന് കഴിയും. ഓ രക്തം ജയം, യേശുവിന്റെ രക്തം ഇന്ന് നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ആമേൻ. യേശു രക്തം വ്യാപരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആൻജിയോഗ്രാമും വേണ്ട, ആൻജിയോപ്ലാസ്റ്റും വേണ്ട, രണ്ടും ഒരുമിച്ച് നടക്കും. തലയിലെ ബ്രെയിൻ വരെ ശുദ്ധീകരിക്കത്തക്കോണമുള്ള അഭിഷേക ശക്തിയാണ് നീ വ്യാപരിക്കുന്നത്. ശ്രദ്ധിക്കുന്നത് ഈ മക്കളെ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എന്താണ്? അത് ആഴ്ചകളോളം പ്രസംഗിക്കേണ്ട വിഷയമാണ്. ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. 2 വാക്യം പറഞ്ഞ ഭാഗം വിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെയുള്ള സകല മനുഷ്യൻ ജനിച്ചത് ആമേൻ പുരുഷ ബീജത്താലാണ് ജനിച്ചിരിക്കുന്നത്. നമുക്കറിയാം. ദാവീദ് പറയുന്നു, ദൈവമേ അകൃത്യത്തിൽ ഞാൻ ഉരുവായി. എല്ലാ മനുഷ്യർ പാപത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരും അവർ ജനിക്കുന്നത് പാപത്തിലാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുകയാണ്. എന്നാൽ പാപത്തിൽ അല്ലാതെ ജനിച്ച ഒറ്റയാളേ ഉള്ളൂ, ജീസസ് ക്രൈസ്റ്റാണ്. പുരുഷ ബീജത്താൽ അല്ലാതെ ജനിച്ച ഒറ്റയാളേ ഉള്ളൂ, അത് യേശുവാണ്. എന്താ വാക്യം ഞാൻ പറയാൻ വായിപ്പിക്കാൻ സമയമില്ല. മറിയയുടെ അടുക്കൽ വന്ന് ദൂതൻ പറയാണ്, അത്യുന്നതന ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ അവന് യേശു എന്ന് പേർ വിളിക്കണം. അപ്പോൾ മറിയയിൽ കൂടെ യേശു ജനിച്ചത് സ്വർഗത്തിൽ നിന്നുള്ളതായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. അതുകൊണ്ട് യേശുവിൻ്റെ രക്തത്തിൽ എന്തില്ല? പാപമില്ല. പിടികിട്ടുന്നുണ്ടോ? യേശുവിൻ്റെ രക്തത്തിൽ എന്തില്ല? പാപമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ പാപമില്ലാത്ത രക്തമാണ് നമുക്ക് വേണ്ടി കാൽവരിയിൽ ഊറ്റിയത്. ആമേൻ. ബൈബിൾ പറയുന്നു, വാക്യം പറയാം, ഹാബേലിന്റെ രക്തത്തെക്കാൾ
പറഞ്ഞു, ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിന്റെ ഉറക്കെ പറ, വിലയേറിയ രക്തം. ഉറക്കെന്ന് പറഞ്ഞേ, വിലയേറിയ, ഒന്ന് ഉറക്കെന്ന് പറഞ്ഞേ. ആ വിലയേറിയ നീളം ഒന്ന് കൂട്ടിക്ക്, വിലയേറിയ രക്തം. ഹോ, ഈ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കിയത് ഓർത്ത് കരമറിച്ച് സ്വതന്ത്രം പറഞ്ഞാട്ടെ. പൊന്നും വെള്ളിയും കൊടുത്തല്ലേ നമ്മളെ വീണ്ടെടുത്തത്. ആമേൻ, ഹല്ലേലൂയ. എന്താ പാട്ട് പറഞ്ഞത്? വെറും വെള്ളിയല്ല പൊൽവീര്യമോ അല്ല മാറുവിലയാ. എല്ലാം കൈവിട്ടു പോയി. എൻ്റെ അർത്ഥം മനസ്സിലായോ? ഒറ്റ കുഞ്ഞിനും പഴയ പാട്ട് അറിയത്തില്ല. ഇതൊന്ന് ഓഫാക്കിയെങ്കിൽ മുഴുവൻ പാട്ടും തീർന്നു. ഇപ്പൊ ഡുണ്ടുണ്ടും പാട്ടാണെങ്കിൽ ഐ ലവ് യു ജീസസ് അന്നെങ്കിൽ ചാടി ചെയ്യുന്നതന്നെ. ഞാൻ പാടാൻ സമയം എടുക്കാൻ പോയാൽ അത് കൈയടിച്ച് പാട്ടൊരു പാട്ടാണ്. അതിന് നമ്മൾ സമയമില്ല, ഇന്ന് പല തിരക്കുള്ള സഭാഗമാണ്. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ. യേശുവിൻ്റെ രക്തത്തിന് പകരമായിട്ട് ഒന്നുമില്ലെന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉറക്ക സ്തോത്രം പറയാനൊക്കത്തുള്ളൂ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു രക്തസാക്ഷി മരണമായിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ മരണം പാപപരിഹാര മരണമായിരുന്നു. ആമേൻ. പാപപരിഹാര മരണമായിരുന്നത് കൊണ്ട് പാപിയായ നമ്മൾക്ക് വേണ്ടി കാൽവരിയിൽ യേശു മരിച്ചു. അവൻ്റെ രക്തം നമുക്ക് ഇന്ന് പാപമോചനത്തിന് കാരണമായി തീർന്നു. എല്ലാ നാമത്തിലും മേലായ നാമമാണ് യേശുവിൻ്റെ നാമം. അടുത്തത്, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ഏക നാമം യേശുവിൻ്റെ നാമമാണ്. എല്ലാ ദൈവങ്ങളുടെ കൂട്ടത്തിലൊരു ദൈവമല്ല എൻ്റെ ദൈവം, എൻ്റെ യേശു. എൻ്റെ യേശു മാത്രമേ ഉള്ളൂ ദൈവം. കൈയടിച്ച് സ്വാതന്ത്ര്യം പറഞ്ഞാട്ടെ. എല്ലാ ദൈവങ്ങളുടെ കൂട്ടത്തിലൊരു ദൈവമല്ല, എല്ലാ ദേവന്മാരുടെ കൂട്ടത്തിലൊരു ദേവനല്ല. സ്തോത്ര 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 സ്തോത്ര. ആ രക്തത്തെ നീ എന്ന് പൊതിയണം. രാവിലെ കാറെ കയറുമ്പോൾ നീ പറയാം, കർത്താവേ അങ്ങനെ രക്തത്തിൽ എന്നെ ഒന്ന് പൊതിയണേ. ആ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ രക്തത്തിൽ എന്നെ ഒന്ന് പൊതിയണേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചു വിടുമ്പോൾ പറയണേ, എൻ്റെ കർത്താവേ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോന്നു, ഒരു ദുഷ്ടനും അവരെ തൊടാതെ രക്തത്തിൽ പൊതിയണേ. സ്തോത്ര 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 സ്തോത്ര. രക്തത്തിന് ശക്തി ഉണ്ടോ എന്ന് പഴയ നിയമത്തിൽ ഒരു ഭാഗത്ത് നമുക്കറിയാം. ആമേൻ. ഇസ്രായേൽ കൂടാരങ്ങളുടെ വാതിക്കൽ കട്ടിലക്കാർ രണ്ടിന്മേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ ചോര പുരട്ടി. ആമേ. മിസ്രൈമിലെ ഫറവോനും പാർട്ടിയും ചോദിച്ചു, എന്നാ പരിപാടിയാടാ ഇത്? മൃഗത്തെ കൊല്ലുന്നു, ചോര എടുക്കുന്നു, നല്ല വീടിൻ്റെ കട്ടിലക്കാർ രണ്ടിന്മേലും കുറുമ്പടിമേലും ചോര പുരട്ടുന്നു. ഇത് വട്ടല്ലാതെ എന്നാ ഇത്? എന്നോ ഭ്രാന്ത? മൃഗത്തിൻ്റെ ചോര വെല്ലം പെരെ പെറ്റും ആരേലും? ഇത് ആര് പറഞ്ഞ പരിപാടിയാ? ഇത് എൻ്റെ സീക്രട്ടാ? ഇതിനകത്ത് എന്തോ കാര്യമാണ് നടക്കുന്നത്. ഇത് വെറുതെ ഏതാണ്ട് മണ്ടത്തരം കാണിക്കുക. ഫറവോനെ, നിനക്കറിയത്തില്ല കുഞ്ഞാട് ഏതാന്ന്. പഴയ നിയമത്തിലെ കുഞ്ഞാട് പുതിയ നിയമത്തിലെ യേശു ക്രിസ്തുവാണ്. പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു നിദാനമായ പഴയ നിയമത്തിലെ യാഗപർവമാണ് കുഞ്ഞാട്. ആ കുഞ്ഞാടിൻ്റെ ചോര ശ്രദ്ധിക്കണേ. പഴയ നിയമത്തിലെ യാഗവസ്തുവായ ആട്ടിൻകുട്ടിയുടെ ചോരയ്ക്ക് ശക്തി ഉണ്ടായിരുന്നോ? നിങ്ങളൊന്ന് പറഞ്ഞ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? അർദ്ധരാത്രി സംഹാരദൂതം വന്നു. നീ ഉറങ്ങിക്കിടക്കുമ്പോൾ സംഹാരദൂതം വരും. നീ ഉറങ്ങിക്കിടക്കുമ്പോൾ സംഹാരദൂതം വരുമെന്ന് ആമേൻ. നീ അറിഞ്ഞില്ല. പക്ഷെ പുറത്ത് കവറിങ് ഉണ്ടായിരുന്നു. രക്തത്തിന്റെ കവറിങ് അകത്തുണ്ടായിരുന്നു. ഇത്രയും കൈയടിക്കാനേ തോന്നുന്നുള്ളൂ നിങ്ങൾക്ക്? ഓ രക്തം ജയമെടുക്കട്ടെ. ഓ രക്തം ജയമെടുക്കട്ടെ.
ആമേൻ. വണ്ടികൾ കൂട്ടിയിടിച്ചപ്പോൾ നീ അപകടത്തിൽപ്പെടാതിരുന്നത്, ഒരു പോറൽ പോലും ഏക്കാതിരുന്നത്, നീ കയറുന്നതിന് മുമ്പേ ദൂതന്മാർ അതിന് മുദ്രയിട്ടിരുന്നു. രക്തത്തിന്റെ മുദ്ര. ഇന്ന് വരെ രക്തത്തിന്റെ മുദ്രയുള്ള ദൈവമക്കൾക്കായി നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ. ഓ രക്തം. ഒന്ന് ശ്രദ്ധിച്ച്. ഒരു ഇസ്രായേൽക്കാരൻ്റെ വീട്, ഒരു മിസ്രൈമിന്റെ വീട്. ഒരു ഇസ്രായേൽക്കാരൻ്റെ വീട്, മിസ്രൈമിന്റെ വീട്. മിസ്രൈമിന്റെ വീട്ടിൽ നിന്ന് നിലവിളി, അയ്യോ മോൻ ചത്തുപോയി. ഇസ്രായേൽക്കാരൻ ജനലിൽ കൂടെ തലയിട്ട് നോക്കി, എന്താ അവിടെ? അപ്പുറത്തെ വീട്ടിൽ കരച്ചില്ല. അപ്പോൾ അപ്പുറത്ത് ഇങ്ങോട്ട് ചോദിക്കുക, അവിടെ മരിച്ചോ? അവിടുത്തെ മോന് വല്ലതും പറ്റിയോ? ഇല്ല. എന്താ പറ്റാഞ്ഞത്? യേശുവിന്റെ നാമത്തിൽ ചോദിക്കുക, എന്താ പറ്റാഞ്ഞത്? കവർ ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിന്റെ രക്തത്തിന് മുദ്ര. ആമേൻ. ഇന്ന് പകൽക്കാലം മുദ്രയേറ്റ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. ഓ ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തിന്റെ കവറിങ്ങുള്ള ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം പറയണം. സ്തോത്രം. ദൈവമക്കളെ, ഒത്തിരി വിടുതലുണ്ടായത് ഈ രക്തം കൊണ്ടാകട്ടോ. ദൈവത്തിന് സ്തോത്രം. കോവിഡ് എന്ന മഹാമാരി ആഞ്ഞു വീശിയപ്പോൾ നമ്മൾ ആ ഒഴുക്കിപ്പെട്ട് പോകേണ്ടതായിരുന്നു. നമ്മുടെ ചിലരൊക്കെ പോയി എന്നുള്ള കാര്യം ദുഃഖമുണ്ട് നമുക്ക്. എങ്കിലും അവരെ തൂത്തടിച്ചുകൊണ്ട് പോകാതെ ഒന്നിനെയോ ഒറ്റയൊക്കെ ബാക്കി വെച്ച് ദൈവത്തിന് സ്തോത്രം. ആമേൻ. നീതിമാന്റെ അനർത്ഥങ്ങൾ ഉറക്കെ പറ അസംഖ്യമാകുന്നെങ്കിലും യഹോവ അവനെ അതിൽ നിന്നെല്ലാം എന്ത് ചെയ്യുന്നു? വിടുവിക്കുന്നു. ഉറക്കെ എന്ന് പറഞ്ഞ് അമേരിക്കയിലുള്ള കുഞ്ഞിനെയും UK മോളെയും കാനഡയിലുള്ള മോനെയും അയർലൻഡിലുള്ള മോളെയും മംഗലാപുരത്ത് പഠിക്കാൻ പോയ കുഞ്ഞിനെയും മദ്രാസിൽ പഠിക്കാൻ പോയ കൊച്ചിനെയും ട്രിവാൻഡ്രത്ത് പോയ കുഞ്ഞിനെയും എറണാകുളത്ത് പോയ കുഞ്ഞിനെയും യേശുവിന്റെ രക്തത്തിന്റെ മുദ്ര കൊണ്ട് പൊതിയുന്ന ദൈവത്തെ ഇന്ന് പകൽക്കാലം നീ മറന്ന് ആരാധിക്കണം. അവന്റെ ബ്ലഡിന്റെ കവറേജ്. സ്തോത്രം. ആമേൻ. നമ്മൾക്ക് വിടുതൽ തരുന്ന രണ്ടാമത്തെ കവറേജ് ബൈ ദ പവർ ഓഫ് പ്രയർ ആണ്. പ്രാർത്ഥനയുടെ ശക്തിയാണ് രണ്ടാമത്തെ കവറേജ്. നീ പ്രാർത്ഥിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് നിന്റെ അടുക്ക നന്മ കൈവിട്ടു പോകല്ലേ. സ്തോത്രം. പ്രാർത്ഥിക്കാൻ കൃപയുള്ള ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. ദൈവ കൃപാവരം ഏൽപ്പിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്. പക്ഷെ കാലങ്ങളുടെ പഴക്കത്തിൽ നന്മകൾ കിട്ടിയപ്പോൾ അതങ്ങ് മറന്നു. അതിന് നേരമില്ല. 24 മണിക്കൂർ മൊബൈലുമായിട്ടിരിക്കുകയാണ്, നേരമില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഞാൻ ഉറക്കെ പറയുന്നത്, പ്രാർത്ഥിക്കാൻ കൃപാവരം ലഭിച്ചവർ പ്രാർത്ഥനയിൽ മടുത്തു പോയാൽ, നീ മൂലം ചിലർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നിന്നോട് ചോദിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയുടെ കവറേജ് ഉണ്ടാകണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. മാതാക്കളെ, പ്രാർത്ഥിക്കാൻ പുരുഷന്മാരെക്കാൾ നിങ്ങൾക്ക് സമയം കൂടുതലുണ്ട്. അല്പസമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു ആത്മഭാരം നമുക്കുണ്ടാകണം. എത്ര രൂപ അയച്ചു കൊടുത്താലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും കൈവിട്ടു പോകും. ചില സന്ദർഭങ്ങളിൽ പിടിവിട്ടു പോകും, കടുങ്കെട്ട് വീഴും, ആര് നോക്കിയാലും അഴിക്കാനൊക്കാത്ത സ്ഥിതി വരും. പക്ഷെ അതിനെ അഴിക്കാൻ ഒറ്റ ആൾക്കേ കഴിയത്തുള്ളൂ. നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ.
അങ്ങനെയെങ്കിൽ ഇന്ന് പൽക്കാലത്തെ ആരാധനയിൽ ഈ രക്തം കൊണ്ടൊന്ന് കവർ ചെയ്തേ. രണ്ടാമതായി പ്രാർത്ഥനയോടൊന്ന് കവർ ചെയ്തേ. പാമ്പുകളെയും തേളുകളെയും ബാക്കി പറഞ്ഞേ, ശത്രുവിനെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. അത് പാസ്റ്റർക്ക് തന്നല്ല എഴുതിയിരിക്കുന്നത്. നമ്മളെല്ലാം രാജകീയ പുരോഹിത വർഗമാണ്. നീ പാസ്റ്ററെ വിളിക്കുമ്പോൾ പാസ്റ്റർ ഫോൺ എൻഗേജ്ഡ് ആയിരിക്കും. കമ്മിറ്റിക്കാരെ വിളിച്ചാൽ അവരും തിരക്കായിരിക്കും. പക്ഷെ തിരക്കില്ലാത്ത ഒറ്റയാളേ ഉള്ളൂ, നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. 24 മണിക്കൂറും അകത്ത് കയറി ചെന്നിട്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വപുത്രന്റെ ആത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് പൽക്കാലം കൈകൾ അടിച്ച് ഉറക്കെ സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചെയ്യാം. യേശുവിന്റെ രക്തത്തിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഇരിക്കുമ്പോൾ ഒരു പവർ തോന്നില്ലേ? ഇല്ലേ? ധൈര്യം വന്നില്ലേ? ധൈര്യം വന്നില്ലേ? ഞാൻ യേശുവിന്റെ രക്തത്തിന്റെ കവറിങ്ങിൻ്റെ അകത്താ. ദൈവത്തിന് സ്തോത്രം. നിന്റെ വീടിന്റെ വ്യാപാരിയല്ല, പൂട്ടല്ല വലുത്. നിന്റെ ചുറ്റും വെച്ച ക്യാമറ അല്ല വലുത്. നിന്റെ വീട്ടിൽ വളർത്തുന്ന അൾസേഷൻ നായല്ല വലുത്. ദൈവത്തിന് നീ മേടിച്ച വണ്ടിയുടെ വലിപ്പമല്ല വലുത്. നീ കഴിച്ച ആഹാരമല്ല വലുത്. നീ കഴിച്ച ഗുളിയല്ല വലുത്. നീ പ്രാപിച്ച അഭിഷേകമാണ് വലുത്. നിന്നെ കവർ ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് വലുത്. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. ഇന്ന് കവറിങ് ഉണ്ടാകട്ടെ. ഈബലപൗഡ കമ്പലപൗടി ഈലക്കാല റപ്പപ്പാറ റമ്പലപൗടി ഈലബലക്ഷ സത്തലതാല കമ്പലപൗടി ജാലബലക്ഷസ്. ശക്തിയോട് കൈയെടുത്ത് ദൈവത്തെ ആരാധിച്ച് യേശുവിന്റെ നാമത്തിൽ ഈബ റബല റൗഡബലക്ഷ സമ്പലപൗഡ കമ്പലപൗടി ഈലക്കാല റപ്പപ്പാറ റമ്പലപൗടി ജാലബലക്ഷ സത്തലത കമ്പലപൗഡബലക്ഷ സത്തലതാല. ഓ, അസാമാന്യമായ ദൈവശക്തി വ്യാപരിക്കുകയാണ്. ദീപകാല റപ്പപ്പാറ റമ്പൽ ബൗഡബലക്ഷ സത്തലതാല കമ്പല ബൗഡി ഈലക്കാല റപ്പപ്പാറ റമ്പൽ ബൗഡബലക്ഷ. രക്തം 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 രക്തം. നിന്റെ വീടിൻ്റെ അകത്ത് കെട്ടഴിക്കാൻ വെളിയിൽ നിന്ന് ആരും വരണ്ട. നിനക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട്. നീ വാതൊരു സ്തോത്രം ശക്തിയോടെ പറഞ്ഞാൽ അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും. അടുത്ത പറഞ്ഞോ 7 വഴിയായി ചതറിക്കും. ഉറപ്പുണ്ടോ? ബാക്കി 68 സംഗീതത്തിൽ 68 യഹോവ എഴുന്നേൽക്കുന്നു അവന്റെ ശത്രുക്കൾ. ഉറക്കപ്പറ. അടുത്തത് പുക പതറിക്കുന്നത് പോലെ. പതറിയ പുക പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടോ? പറ. പതറിയ പുക പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടോ? ഉരുകിയ മഞ്ഞ് പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടോ? നിന്റെ കുടുംബത്തെ നിന്നെ നശിപ്പിക്കാനായി ശക്തിയായി ആഞ്ഞടിക്കുന്ന ചില പുകകൾ, കാർമേഘങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഭിഷേക ശക്തി പ്രാപിച്ച് ആമേൻ പ്രാർത്ഥനയാൽ നീ അതിനെ ജയിക്കും. പുക പതറിക്കുന്നത് പോലെ, വെയിലത്തെ മെഴുക് ഉരുകുന്നത് പോലെ, തീ കത്തുമ്പോൾ മെഴുകുതിരി ഉരുകി മാറുന്നത് പോലെ എത്ര ശക്തിയായി പാരമ്പര്യത്തിലെ കെട്ടുകളും തലമുറകളായി വാഴുന്ന പൈശാചിക മണ്ഡലങ്ങളും നിന്റെ നഗ്ന നേത്ര കാണാൻ കഴിയാത്ത അന്ധകാര വ്യാപാരങ്ങൾ, പൈശാചിക മേഖലകൾ, ദുഷ്ടവ്യാപാരങ്ങൾ ഇന്നത്തെ ആരാധനയുടെ നടുവിൽ ആ ശക്തി ഒന്ന് വ്യാപരിച്ചു കഴിയുമ്പോൾ അതിനെ ദൈവം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിനെ അഴിച്ചു മാറ്റി നിനക്കൊരു ജയം തരിക എന്ന് പറഞ്ഞാൽ നിനക്ക് സന്തോഷിക്കാൻ വകയില്ലേ? സ്തോത്രം 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 സ്തോത്രം. ആമേൻ 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 ആമേൻ.
ആമേൻ. സ്തോത്രം പറഞ്ഞേ. നമുക്ക് കവറിങ് ഉണ്ട്, കവറിങ്. ഈ ഗ്ലാസ് ഐറ്റം ഒക്കെ കാർഗോയിലും ഫ്ലൈറ്റിലും മറ്റേ ട്രെയിനിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പുറത്തൊരു പ്രിൻറ്റിംഗ് ഉണ്ട്. ഹാൻഡിൽ വിത്ത് കെയർ. ഹാൻഡിൽ വിത്ത് കെയർ. കാര്യം എന്താ? അകത്തിരിക്കുന്ന പൊട്ടുന്ന സാധനമാണ്. എത്ര കെയർ പുറത്ത് എഴുതിയാലും കയ്യിൽ താഴെ പോയാൽ പൊട്ടിപ്പോകും. എന്നാൽ നീ കാണാത്തൊരു കെയർ നിന്റെ ചുറ്റുമുണ്ട്. ഹാൻഡിൽ വിത്ത് കെയർ. ആ ഹാൻഡിൽ ആരാന്നറിയാമോ? ആ ഹാൻഡ് ആരാന്നറിയാമോ? സർവശക്തനായ ദൈവത്തിൻ്റെ കരമാണ്. അത് അനുഭവിച്ചതിനകത്ത് ഇരിപ്പുണ്ട്. കൈകൾ അടിച്ചുറക്കെ സ്തോത്രം പറഞ്ഞു. നിനക്ക് മാത്രമല്ല, നിന്റെ തലമുറയ്ക്കും ഹാൻഡിൽ വിത്ത് കെയർ. യേശുവിന്റെ നാമത്തിൽ. ഒന്നാമത്തെ കവറിങ് ഉറക്കെ പറഞ്ഞേ, ബ്ലഡ് ഓഫ് ജീസസ്. രണ്ടാമത്തെ കവറിങ് ബൈ ദ പവർഫുൾ പ്രയർ. മൂന്നാമത്തെ കവറിങ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം. നമുക്കുള്ള മൂന്നാമത്തെ കവറിങ് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം നമുക്ക് എഴുതി തന്നിരിക്കുന്ന ചെക്ക് ലീഫാണ്. ഒപ്പിട്ടെടുത്താൽ മതി. ഇതിനകത്തെ വള്ളി ഉള്ളി നിനക്ക് വിശ്വസിക്കാം. ഒരു വാക്കും ഇതിനകത്ത് പാഴ്വാക്കില്ല. ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടും ഒരു പുള്ളി മാറ്റാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല. വിവിധ ഭാഷാന്തരം ഉണ്ടാക്കുന്നല്ലാതെ, ഇതിന് കട്ടി കുറച്ചെന്നുള്ള അല്ലാതെ ഒരക്ഷരം മാറ്റാൻ പറ്റിയിട്ടില്ല. മാറ്റാൻ ആർക്കും ഒക്കത്തില്ല. മാറ്റുന്നവനെ സ്വർഗം കൈകാര്യം ചെയ്യും. വചനം എന്നൊക്കെ കേട്ടാലുണ്ടല്ലോ തുള്ളിക്കോണം. നീ ഈ ആഴ്ച തുറന്നില്ലല്ലോ, ബൈബിൾ തുറന്നോ? നീ കഴിഞ്ഞ ഞായറാഴ്ച കൊണ്ടെന്ന് അടച്ചു വെച്ചു വന്നതല്ലേ ഇന്ന്. എന്നിട്ട് ഇവിടെ സാക്ഷി ഇല്ലാത്തൊരു കുഴപ്പമില്ല. സാക്ഷിയുള്ള സഭയിലൊക്കെ ആണെങ്കിൽ കർത്താവിന് അമ്മച്ചിമാരങ്ങ് എഴുന്നേക്കും, അപ്പച്ചന്മാരും എഴുന്നേക്കും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ സഭായോഗത്തിൽ എനിക്ക് സാക്ഷിയായി നിൽക്കാൻ കർത്താവ് കൃപ നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച കാലമെല്ലാം കർത്താവ് വിശ്വസ്തനും പരിപാലകനുമായിരുന്നു. വരാമായിരുന്ന ആപത്തനർത്ഥങ്ങളെല്ലാം ദൈവം എന്നെ എന്ത് ചെയ്തു? വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എന്നെ സന്തോഷിപ്പിച്ചൊരു വേദവാക്യം വായിക്കുന്നു. ഇന്ന് പാസ്റ്റർ വായിച്ച സംഗീതത്തിലെ 34 സംഗീതത്തിൻ്റെ 12ാമത്തെ വാക്യം എന്നെ വളരെ സന്തോഷിപ്പിക്കാൻ കാര്യം ആ ആഴ്ചയിൽ ആദ്യം കേൾക്കുന്ന വാക്യമാണ്. അതുകൊണ്ടാണ് സന്തോഷിപ്പിച്ചത്. ആഴ്ചയിൽ ടി വി കൂടെയും കണ്ടിട്ടില്ല, മൊബൈലും കണ്ടിട്ടില്ല. മൊബൈലൊക്കെ നമ്മൾ മറ്റു പലതുമല്ലേ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരുടെയെങ്കിലും വേസ്റ്റ് ഉണ്ടോന്നല്ലേ നമ്മൾ നോക്കുന്നത്. ആരെങ്കിലും ചണ്ടിക്കൂമ്പാരങ്ങളുണ്ടോ? റോഡിൽ കിടക്കുന്ന വേസ്റ്റ് നിങ്ങളതിൽ എടുക്കാറുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്സപ്പിലെ വേസ്റ്റും എടുക്കരുത്. ഉണർവെല്ലാം പോയല്ലോ. മുമ്പേ എന്തൊരു കത്തലായിരുന്നു. എല്ലാം പോയി പാസ്റ്ററെ, മുഴുവൻ പോയി. സ്തോത്രം. ആ പോകുന്ന എനിക്കിഷ്ടം. വെള്ളോന്റെ വേസ്റ്റ് നീ ആന്തിക്കൊണ്ടിരുന്നാൽ ആ വേസ്റ്റ് നിന്റെ ദേഹത്ത് കയറും. വെള്ളോന്റെ വേസ്റ്റിൽ നീ സന്തോഷിച്ചാൽ ആ വേസ്റ്റ് നിന്റെ തലമുറ കൂടെ കയറും. കുറിച്ചിട്ടോ? ഞാനിന്ന് സത്യം പറഞ്ഞ് ഇതൊന്നും പ്രസംഗിക്കാൻ വന്നാൽ ഇന്നലെ പ്രസാചാരം വിളിച്ചപ്പം ഞാൻ പറഞ്ഞത് ഇന്ന് ശലോമോന്റെ ക്വാളിഫിക്കേഷൻസ് പറയുമെന്നാണ് പറഞ്ഞത്. അത് പറയാനാണ് ഞാൻ നിന്നത്. പക്ഷേ ദൈവനെ അങ്ങോട്ട് കൊണ്ടുപോയില്ല. ശലോമോൻ അടുത്ത ആഴ്ച പറയുന്നതായിരിക്കും. ആമേ. ശലോമോന്റെ കാര്യം നമുക്ക് അടുത്ത ആഴ്ച എത്തിക്കാം. അങ്ങോട്ട് കയറാൻ സമ്മതിച്ചില്ല. ഏതാണ്ടൊക്കെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ കീറി മുറിച്ചുകൊണ്ടിരിക്കുക. ചിലതൊക്കെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ചില കുടുംബത്തിനകത്ത് കെട്ടുപൊട്ടിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തെ വചനത്തിന്റെ ശക്തി ദൈവം അയച്ചുകൊണ്ടിരിക്കുക. അത് വ്യാപരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. ബാക്കി പറഞ്ഞേ. വചനം ദൈവത്തോടുകൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. ബൈബിളൊന്ന് പിടിച്ചേ. ഒന്ന് പൊക്കി പിടിച്ചേ.
പണ്ടൊരാൾ പറഞ്ഞേ, മഹാത്മാഗാന്ധി, ബൈബിൾ താത്തു വെക്കല്ലേ, കൈ പിടിച്ചോണേ, മഹാത്മാഗാന്ധിയുടെ കാര്യം വരെ ബൈബിൾ എഴുതിയിട്ടുണ്ടെന്ന്. പിന്നെ വൃത്തം ചൂടായി പറഞ്ഞു, രണ്ടാമത്തെ പേജിലുണ്ട് മഹാത്മാഗാന്ധി റോഡ് ബാംഗ്ലൂരിൽ നിന്ന്. ബൈബിൾ സൊസൈറ്റിയുടെ അഡ്രസ്സാണ്. നമ്മളെ ബാംഗ്ലൂരിലെ മഹാത്മാഗാന്ധിയുടെ അഡ്രസ്സൊക്കെ മേടിച്ച് ബൈബിളല്ലേ ഇത്. ഇതിനകത്ത് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ ദൈവത്തിൻ്റെ വചനമാണ്. ഉറക്കെ പറ, ആദിയിൽ വചനം, വചനം ദൈവത്തോടെ, വചനം ആന്നോ? ആന്നൊന്ന് പറ. വചനം ദൈവമാണോ? ആണെങ്കിൽ ഉറക്കെ പറ, ഈ വചനം ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വചനം എനിക്ക് വേണ്ടി ദൈവം തന്ന വാഗ്ദത്തമാണ്. കൈ ഉയർത്തി, കൈകൾ ഈ വചനം ഒന്ന് വീശി ഒരു സ്തോത്രം പറഞ്ഞേ. ഇത് പിടിക്കാൻ താത്തു വെച്ചു. 2 മിനിറ്റ് പിടിച്ചപ്പോഴേ ചില കൈ അങ്ങ് കുഴഞ്ഞു. 5 പൊറോട്ട ഒരുമിച്ച് വെക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കണ്ടൊക്കെ ചിക്കന് 4 കാല് കിട്ടിയ 2 കൈ കൊണ്ട് മെപ്പോട്ട് വായിലോട്ട് വെക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ബൈബിൾ 2 പേരുടെ ചില കുഴഞ്ഞു, പോളിയോ വന്ന പോലെ ആയിപ്പോയി. നിന്നെയൊക്കെ ദൈവം പിടിച്ചില്ലെങ്കിൽ നോക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. തമാശായിട്ട് പറഞ്ഞാണെങ്കിലും ഗൗരവമായിട്ട് എടുത്തോണം. ദൈവത്തെ ബൈബിളെന്ന് പറഞ്ഞാൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചോണം. ആശാരി ഉപദേശി ന്യൂയോർക്കിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ തലേ വെച്ചോണ്ടാണ് ഇറങ്ങിയത്. ഉടനെ എല്ലാം ചെയ്ത് എന്നാ വട്ടാ. ഉടനെ ആശാരി പറഞ്ഞു, ഇതാ എന്നെ ഇവിടെ കൊണ്ടുവന്നെന്ന്. ആമേൻ, ആമേൻ. ഏതേലും വീടിൻ്റെ പുറകിൽ കോഴിക്കോട് പണിയണ്ട എന്നെ, പുള്ളി പറഞ്ഞതാ, ഏതേലും വീടിൻ്റെ പുറകിൽ കോഴിക്കോട് പണിയണ്ട എന്നെ ദൈവം ഈ വചനം എടുത്തതുകൊണ്ട് അമേരിക്കയിലെ ന്യൂയോർക്കിൽ എത്തിച്ചു. നമ്മൾ എന്തേലും ആയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനമാണെന്ന് വിശ്വസിക്കുന്നവർ കൈ അടിച്ചുറക്ക സ്തോത്രം പറ, കൈകൾ തട്ടി സ്തോത്രം പറ. ദൈവമേ, നിന്റെ വചന സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. മൂന്ന് കവറേജ്. സത്യം പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ നടുവെട്ടി അവിടെ വന്നത്. ഇന്ന് അത്രയും പ്രശ്നമൊന്നുമില്ല. പവറിൽ നിൽക്കുകയാണ്. ബൈ ദ പവർ. യേശുവിൻ്റെ രക്തത്തിന് ശക്തി ഉണ്ടെങ്കിൽ നിന്നെ തൊടത്തില്ല, ഒരു മരുന്നും വേണ്ട. ദൈവത്തിന് ഞാൻ ഏറ്റവും ലാസ്റ്റ് ആശുപത്രി വന്ന ഒരാളാണ്. നിവൃത്തിയില്ലെങ്കിലേ പോകത്തുള്ളൂ. ഒരു മാരമൊക്കെ ആണെങ്കിൽ രക്ഷപ്പെട്ടു പോകും. ഇതുവരെ അങ്ങനെ പോകാൻ അനുവദിച്ചിട്ടില്ല. പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. എനിക്കുള്ള ആരോഗ്യമെല്ലാം നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ രക്ഷപ്പെടും, അത്രേ ഉള്ളൂ. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ ക്ഷീണിച്ചു പോകും. ആമേൻ. മോശയുടെ കൈ ഉയർന്നിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 പേരെന്ത് ചെയ്യണം? താങ്ങണം. ഇവിടെ താങ്ങുന്നവരുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്, ശരിക്കും താങ്ങുന്നത്. ഇനി എന്നോട് ഇനി ഇറങ്ങുമ്പോൾ ആരാ ഭാഷ താങ്ങുന്നത് എന്നോട് ചോദിച്ചുകൊണ്ട് വന്നേക്കല്ലേ. കഴിഞ്ഞ ഞാൻ പറഞ്ഞ് 3 പേർ ഉറങ്ങും. ഇപ്പോൾ എല്ലാവർക്കും അറിയണം ആരാ 3 പേര്. എന്തോ ഒരു ബുദ്ധിമുട്ടൊന്നും ചോദിക്കണേ. അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ എടുക്കാനാ? ഉറങ്ങായിരുന്ന പോരായോ? അപ്പോൾ അതുകൊണ്ട് ചോദ്യം ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കല്ലേ. താങ്ങിക്കോണം. എന്താ താങ്ങണം? ദിവദാസന്മാരെ താങ്ങണം, വീണവരെ താങ്ങണം, രോഗികളെ താങ്ങണം, ദുഃഖിതരെ താങ്ങണം. നമ്മൾ എന്തേലും ആണെങ്കിൽ ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് പകരം 3 കവറേജ്. 1 ബ്ലഡ് ഓഫ് ജീസസ്, ഉറക്കെ പറഞ്ഞേ, ബ്ലഡ് ഓഫ് ജീസസ്. 2 വേർഡ് ഓഫ് ഗോഡ്. 3 പവർഫുൾ പ്രയർ. ഈ 3 കവറേജ് ഈ ആഴ്ച നമുക്ക് ഉണ്ടാകണം. അതുണ്ടെങ്കിൽ നമുക്ക് അനുഗ്രഹമായിരിക്കും. പിന്നെ ബാക്കി കേൾക്കണ്ടായോ? നമ്മുടെ മുഖത്ത് നോക്കട്ടെ. ഇപ്പോൾ യോഗം തീർക്കണമെന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ആ ഉഷാറ് കാണുമ്പോൾ എനിക്ക് പ്രസംഗിക്കാനങ്ങ് ആവേശം കൂടി വരികയാണ്. പക്ഷെ ആവേശമെല്ലാം ക്ലോക്കിലോട്ട് നോക്കുമ്പോൾ താഴോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി ശലോമോൻ്റെ ജീവിതത്തിലെ പടവുകളുടെ ഉയർച്ചകൾ എവിടെയായിരുന്നു, എന്തൊക്കെ ദൈവം അവൻ്റെ ജീവിതത്തിൽ ചെയ്തു എന്നുള്ളത് കഴിഞ്ഞിട്ട് വേണം ശലോമോൻ്റെ പരാജയങ്ങൾ പഠിക്കാൻ. അത് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കാണാനായിട്ട് കഴിയാത്തീരും. ഇനി സഭായോഗങ്ങൾ വരാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ദയവായി IPC പ്രയർ സെൻ്ററിൽ അടിക്കുമ്പോൾ നമ്മൾ ലൈവ് മെസ്സേജ് നിങ്ങൾ കേൾക്കാം. അത് കേൾക്കാനായിട്ട് നിങ്ങൾ സമയമെടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ